അപ്പം ആലോചിച്ച് നോക്ക് സജ്ജനങ്ങൾ, ഒന്നും ചോദിച്ചിട്ടില്ല ഭഗവാന്റെ അടുത്തില്ലേ. കഥനങ്ങളും പറഞ്ഞില്ല, സങ്കടങ്ങളും പറഞ്ഞില്ല. യദുത്തമ പുണ്യശ്ലോക ദർശനം എന്ന് ഭാഗവതം പറയണ പോലെ ഭഗവാനെ ഒന്ന് കാണുക മാത്രമേ ആഗ്രഹമുള്ളൂ. ആർക്ക്? സുധാമാവിന്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഹരോം നമ പാർവതീപദേ. സുഹൃത്തുക്കളെ, അന്ന് രാത്രി സുധാമാവ് ഭഗവാന്റെ സന്നിധിയിൽ കിടന്നുറങ്ങിയപ്പോൾ ഉണ്ടായ സംഭവം എന്താണെന്നറിയോ? എന്താ ഇപ്പം പറഞ്ഞില്ലേ, കമലാക്ഷി. കമലാക്ഷി എന്താണെന്നറിയോ? കമലാക്ഷിക്ക് ഒരു സ്വഭാവമുണ്ട്, നടക്കുന്നത് എപ്പോഴും കയ്യിലൊരു താമരയും പിടിച്ചോണ്ടാ. കമലാക്ഷി തൂക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? താമരയും കൊണ്ടാണ് കമലാക്ഷി തൂക്കുക. കമലാക്ഷിയുടെ കയ്യിലിരിക്കുന്ന ഈ താമരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാവോ? ഈ താമര എവിടൊക്കെ തൊട്ടോ അവിടൊക്കെ സ്വർണ്ണമാവും ഇല്ലേ. അങ്ങനെ അത് ഒരെണ്ണം നമുക്കും കിട്ടിയാൽ നല്ലതായിരുന്നില്ലേ. കാരുണ്യശാലിനിയായ കമലാക്ഷി, മഹാമായ ലക്ഷ്മി എന്ത് ചെയ്യുന്നു? അന്ന് രാത്രി പോയി എവിടെ? സുധാമാഗ്രഹത്തിൽ അമ്മ മഹാമായ ഭഗവതി ചെന്നു. അവിടെ ചെന്ന് ആദ്യം തന്നെ എന്ത് ചെയ്തെന്നറിയോ? അമ്മ തൻ്റെ താമരപ്പൂക്കൾ കൊണ്ട് ആദ്യം തൊട്ടത് അയാളുടെ ഗ്രഹത്തിലായിരുന്നു. ആ ഗ്രഹം വൈകുണ്ഠ സമാനായി. ശേഷം പോയി നോക്കി, അമ്മ തൃക്കൺ പാത്തു നോക്കി. ആരെ? ആ സുധാമാ പത്നിയെ. അവൾ ആർക്ക് തുല്യായി? സാക്ഷാൽ കമലാക്ഷിക്ക് തുല്യമായി. സകല സമ്പത്തുക്കളും ആര് വാരിക്കോരി കൊടുത്തു? അമ്മ മഹാമായ കൊടുത്തു. അപ്പൊ ആലോചിച്ചോണം, ഭഗവാന്റെ പേര് ജപിച്ചു കഴിഞ്ഞാൽ ആരവിടെ വരും? ആരവിടെ വരും? മഹാമായ വരും, ഭഗവതി വരും, ലക്ഷ്മി വരും. അമ്മേ നാരായണ എന്ന ഒറ്റ മന്ത്രം കൊണ്ട് രണ്ടും രണ്ടല്ല രണ്ടൊന്നാണെന്ന് ലോകത്ത് പഠിപ്പിച്ചു കൊടുത്തവരാ മലയാളികൾ ഇല്ലേ. ചോറ്റാനിക്കരയിൽ വാഴുന്ന രാജരാജേശ്വരിയുടെ പീഠത്തിൽ ആരുമുണ്ട്? നാരായണനുമുണ്ട്. അതുകൊണ്ട് നമ്മളവിടെ ചെന്ന് എന്ത് ജപിച്ചു? അമ്മേ നാരായണ എന്ന് ജപിച്ചു അല്ലേ. അമ്മേ നാരായണ. അമ്മയും അപ്പനും നിങ്ങൾ മാത്രമാണ്, നിങ്ങൾ രണ്ടും ഒന്നുമാണ്. അതുകൊണ്ട് രാജരാജേശ്വരിയും പറഞ്ഞു, എന്താ, എന്നെ വന്ന് സ്തുതിക്കുന്നവർക്കൊക്കെ നാരായണ അവിടുന്ന് എന്ത് കൊടുത്തോണം? സമ്പത്ത് വാരിക്കോരി കൊടുത്തോണം. ആട്ടെ, സരസ്വതി ലക്ഷ്മി ഇല്ലേ. സരസ്വതി ലക്ഷ്മി ഇപ്പൊ രണ്ടുപേരൂടെ നമ്മുടെ വീട്ടിലോട്ട് വരിക ഒരു സന്ധ്യാസമയത്തൊന്ന് കരുതുക. ആരൊക്കെ? സരസ്വതി ദേവിയും മഹാലക്ഷ്മിയും രണ്ടുപേരൂടെ വന്നു. ഇതില് നിലവിളക്ക് എടുത്തു കൊടുത്ത് ആദ്യം ആരെ നമ്മൾ വീട്ടിൽ കയറ്റും? ആരെ ആദ്യം വീട്ടിൽ കയറ്റും? കേട്ടില്ല. ഇവരെ രണ്ടുപേരെ വേണ്ടേ? സരസ്വതിയെ ആണോ ലക്ഷ്മിയെ ആണോ? ലക്ഷ്മിയെ കയറിക്കഴിഞ്ഞാൽ അവിടം തീർന്നു. ആദ്യം കയറേണ്ടത് സരസ്വതിയാ. അറിവിനാണ് മഹത്വമുള്ളത്. അറിവുള്ളിടത്തെ ആരിയ്ക്കൂ? ലക്ഷ്മി ഇരിക്കൂ. ഇപ്പോൾ ഈ പൂവത്തൂര് ദേശത്തെ ഒരു പണക്കാരൻ അങ്ങ് ദൂരദേശത്ത് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് പറയും, അയ്യോ ഞാൻ പൂവത്തൂരെ പണക്കാരനാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും വില കൊടുക്കുവോ? കൊടുക്കുകയില്ല. എന്നാൽ പൂവത്തൂർ ദേശത്തെ ഒരു മാഷ് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഞങ്ങളുടെ നാട്ടിൽ വന്നു. ഞങ്ങൾ ചോദിച്ചു എന്ത് ചെയ്യുന്നു? മാഷാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും? കസാര ഇട്ടിട്ട് സാറേ ഇരുന്നാട്ടെ, ഇന്നിട്ട് സംസാരിച്ചാട്ടെ എന്ന് പറയും. ഇല്ലയോ? അതാണ് അക്ഷരത്തിൻ്റെ വില എന്ന് പറയുക. അക്ഷരം കനിയുന്നിടത്തെ ആര് വന്ന് കയറും? ലക്ഷ്മി വന്ന് കയറും.